ഇത് പണ്ടേ ഉള്ളത് മോഡൽ. ഹലോ മിസ്സേ, എനിക്കൊന്നും കേക്കത്തില്ല. ക്ലാസ് തുടങ്ങിയിട്ടില്ല. ക്ഷമിക്ക്. ക്ലാസ് ആള് വരാം. തുടങ്ങിയിട്ടില്ലാന്ന് തോന്നുന്നു. Good afternoon. Good afternoon, ma'am. Good afternoon, Good ma'am. afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, all. എല്ലാവർക്കും good afternoon കേട്ടോ. Good afternoon, ma'am. Okay. എല്ലാവരും വായിച്ചു എന്നിലത്തെ വായിച്ചല്ലേ? ഓക്കെ. നമ്മൾ എന്താ ഇന്നലെ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നേ? ഏതാ പറഞ്ഞു നിർത്തിയത് ഇന്നലെ? Modern allopathy, Indian health system, 3 phases. ആ ഓക്കെ. അതിനകത്ത് ഏത് ഫേസ് ആണ് പറഞ്ഞത് നമ്മള്? Initial phase of ഇനീഷ്യൽ ഫേസ് അല്ലേ? ഓക്കെ. ഇനീഷ്യൽ ഫേസിന്റെ പീരീഡ് എന്നാ വരുന്നേ? 1947 to 1983. ഓക്കെ. രണ്ട് പ്രിൻസിപ്പിൾസ് ഉണ്ട് അല്ലേ? എന്തൊക്കെയാ രണ്ട് പ്രിൻസിപ്പിൾസ്? ഫസ്റ്റ് ഫേസില് നമുക്ക് തന്ന പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാ? പണമില്ലാത്തത് മൂലം ആർക്കും ചികിത്സ മുടങ്ങരുത്. ഓക്കെ. അപ്പോ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് 1947 to 1983 ആണ് അല്ലെ? അപ്പോ പണമില്ലാത്തത് മൂലം ആർക്കും ചികിത്സ നിഷേധിക്കാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞത് ഈ ഒരു ഫസ്റ്റ് ഫേസിലാണ്. പിന്നെ രണ്ടാമത് പറഞ്ഞ കാര്യം എന്തായിരുന്നു? സ്റ്റേറ്റിന്റെ ഡ്യൂട്ടിയാണ് ജനങ്ങൾക്ക് ചികിത്സ കൊടുക്കേണ്ടത്. സ്റ്റേറ്റിന്റെ ഡ്യൂട്ടിയാണ് ജനങ്ങൾക്ക് ചികിത്സ കൊടുക്കുക എന്നുള്ളത് അല്ലേ? ഓക്കെ.
ഇനി ഈ ഒരു കാലഘട്ടത്തിലാണ് എന്തുണ്ടായിരുന്നത്? പുതിയ അതായത് കണ്ടുപിടുത്തങ്ങൾ ആ, തുടങ്ങിയത്. കണ്ടുപിടുത്തങ്ങള്, അതുപോലെ തന്നെ ഹെൽത്ത് കെയർ സെക്ടറിൽ പുതിയ പുതിയ ഡെവലപ്മെന്റ്സ് ഉണ്ടായത് ഈ ഒരു ഫസ്റ്റ് ഫേസിലാണ്. ഓക്കെ, ഇനി സെക്കൻഡ് ഫേസ്. സെക്കൻഡ് ഫേസ് ഒരാളൊന്ന് വായിച്ചേ, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്തേ. നജിയ ഷിനോവോ, നജിയ, നിജിയ, ആരാ വായിക്കാം? ഷബാന, ഷബാന. മാം, ഇത് നമുക്ക് എത്രാമത്തെ ചാപ്റ്റർ ആയിരുന്നു? ഇത് 3rd ചാപ്റ്റർ ആണ് കേട്ടോ, 3ാമത്തെ ചാപ്റ്റർ ആണ്. ആ ഓക്കെ, ഷബാന ഒന്ന് വായിച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. In the second phase of 1983-2000, a national health policy was proclaimed for the first time 1983, which pronounced clearly the need to encourage private initiative in healthcare service delivery. The policy also intensified the access to publicly funded primary healthcare, facilitating Miss Tana Vaya. ഫെസിലിറ്റേറ്റിംഗ് കാണാൻ പറ്റുന്നില്ലേ? Expansion of health facilities in rural areas through national health programs. എന്താ പറയുന്നേ? എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതിനകത്ത്. ഇതില് പ്രൈമറി ഹെൽത്ത് കെയർ എന്ന നിലയിൽ വന്നേന്നും പിന്നെ അതിന്റെ പറയാൻ പറ്റുന്നില്ലേ? വേറെ ആരാ പറയാ? കോൺഫിഡൻസോടുകൂടി ആരെങ്കിലും ഒരാൾ വന്നേ, ആരാ പറയാ ഇതിന്റെ എക്സ്പ്ലനേഷൻ? ഒരാൾ പറയട്ടോ. ശിഖ പറയാമോ? ശിഖ ആരും പറയാനില്ല, ആർക്കും കോൺഫിഡൻസ് ഇല്ലേ പറയാനായിട്ട്? 1983 ഈ കാലഘട്ടത്തിലാണ് നാഷണൽ ഹെൽത്ത് പോളിസി വന്നത്. ആ പിന്നെ ഈ കാലഘട്ടത്തിലാണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഇനീഷ്യേറ്റീവ് ആ സർവീസ് ഒക്കെ വന്നത്, ഹെൽത്ത് സിസ്റ്റം ഒക്കെ. പിന്നെന്താ പറയുന്നേ? ആർക്കും മനസ്സിലായിട്ടില്ലേ ഇതെന്താണെന്ന് പറയുന്നത്? നിങ്ങൾക്ക് എത്രത്തോളം അറിയാൻ പറ്റുന്നുണ്ട്, വായിക്കാൻ പറ്റുന്നുണ്ട്, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്ന് അറിയാനായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. വായിച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നേ. ആരുമില്ല? ഓക്കെ. ഈ കാലഘട്ടത്തിലാണ് റൂറൽ ഏരിയയിലൊക്കെ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസും പിന്നെ അവർ ഫണ്ടെല്ലാം ചെയ്തിട്ട് കൂടുതലായിട്ടും റൂറൽ ഏരിയാസിലോട്ടും കൂടി ഇത് ഡെവലപ്പ് ആയത്. ഈ ഹെൽത്ത് കെയറും അതിന്റെ കാര്യങ്ങളൊക്കെ കൂടുതലും ഈ കാലഘട്ടത്തിലാണ് വന്നത്. ഓക്കെ, അപ്പോ ഇൻ ദ സെക്കൻഡ് ഫേസ്, എല്ലാവരും മ്യൂട്ട് ചെയ്യാം കേട്ടോ. ഇൻ ദ സെക്കൻഡ് ഫേസ് ഓഫ് 1983-2000, a national health policy was proclaimed for the first time 1983, which pronounced clearly the need to encourage private initiative in healthcare service delivery. The policy also intensified the access to publicly funded primary health care, facilitating expansion of health facilities in rural areas through national health programs, NHPs. അതായത് നമ്മൾ ഫസ്റ്റ് ഒരു ഫേസ് നമ്മളിപ്പോ ഓൾസോ എന്താ പറയാ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ് അല്ലെ. ഗവൺമെന്റിന്റെ തന്നെ ഡ്യൂട്ടിയാണ് എന്ത്, ആളുകൾക്ക് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു നിർത്തി. ഇനി രണ്ടാമത്തെ കാലഘട്ടം, ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് 1983 തുടങ്ങി 2000 വരെയുള്ള പീരീഡാണ്. ഓക്കെ, 1983 തുടങ്ങി 2000 വരെയുള്ള കാലയളവ്.
അതിനകത്ത് എങ്ങനെയൊക്കെയാണ് ഡെവലപ്മെന്റ് ഉണ്ടായെന്ന് നോക്കാം. A national health policy was proclaimed for the first time 1983. അതായത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു നാഷണൽ ഹെൽത്ത് പോളിസി പ്രൊക്ലൈം ചെയ്തത് 1983-ലാണ്. ഓക്കെ, അതായത് ഒരു പോളിസി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരും അറിയാം, ഒരു എന്താ പറയാ, ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് എന്ത് പോളിസി ആയിട്ട് വരിക. അതായത് കുറെ കാര്യങ്ങള് നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ എന്താണ് അടുത്തും ചിട്ടയുമായിട്ടൊക്കെ എന്താണ് രേഖകളാക്കുക, ഡോക്യുമെന്റ് ആക്കുക എന്നുള്ളതാണ് ഇത് പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഓരോരോ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്, ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോളിസികൾ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഹെൽത്ത് കെയറിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? ഇന്ത്യ ഒരു നാഷണൽ ഹെൽത്ത് പോളിസി, ദേശീയ ആരോഗ്യ ദൗത്യം, അങ്ങനെ ഒരു പോളിസി എന്ത് ചെയ്തു? ഇന്ത്യ ഇംപ്ലിമെന്റ് ചെയ്തു. അത് ചെയ്ത കാലയളവെന്ന് പറയുന്നത്, പ്രോപ്പർ ആയിട്ടുള്ള വർഷം എന്ന് പറയുന്നത് 1983-ലാണ്. ഓക്കെ, ഇപ്പൊ നാഷണൽ ഹെൽത്ത് പോളിസി പ്രൊക്ലെയിം ചെയ്തത് 1983-ലാണ്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. സെക്കൻഡ് ഫേസിലാണ് നാഷണൽ ഹെൽത്ത് പോളിസി ഇന്ത്യ ഇംപ്ലിമെന്റ് ചെയ്തത്. ഓക്കെ, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മറ്റൊരു കാര്യമാണ്, സ്റ്റേറ്റ് മാത്രം കൊടുത്തിരുന്നതാണ് എന്ത് ഹെൽത്ത് കെയർ സർവീസ് എന്ന് പറയുന്നത്. അതുവരെ, അതായത് 1983 വരെ സ്റ്റേറ്റിന്റെ മാത്രം ഡ്യൂട്ടി ആയിരുന്നു എന്ത് ആളുകൾക്ക് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ 1983 ആ ഒരു കാലഘട്ടം ആയപ്പോഴേക്കും സ്റ്റേറ്റ് എന്താണ്, ഗവൺമെന്റ് ചിന്തിക്കാൻ തുടങ്ങി, മാറി ചിന്തിക്കാൻ തുടങ്ങി. നമ്മള് മാത്രം എന്താണ് ഇങ്ങനെ കൊടുത്താലായിട്ട് ശരിയാവില്ല. കാരണം എന്താ, ധാരാളം പ്രോബ്ലംസ് ഉണ്ടാവും. ചിലപ്പോ ഇക്കണോമിക്കലി പ്രോബ്ലംസ് വരും. അതുപോലെ തന്നെ എന്താണ്, ജീവനക്കാരുണ്ടല്ലോ, സ്റ്റാഫുകളുടെ എണ്ണത്തിൽ കുറവ് വരും ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന. അപ്പൊ ഇവർക്കൊക്കെ എന്താണ് ആളുകളിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെല്ലാനായിട്ട് സാധിച്ചെന്ന് വരില്ല. ഓക്കെ, അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോഴാണ് ഗവൺമെന്റ് ചിന്തിച്ചത്, നമുക്ക് പ്രൈവറ്റ്, അതായത് സ്വകാര്യ വ്യക്തികളെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് എന്ത് കൊടുക്കണം, ആളുകൾക്ക് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ ഇരിക്കെയാണ് ഗവൺമെന്റ് തീരുമാനിച്ചത്, നമുക്ക് മറ്റ് സ്വകാര്യ വ്യക്തികളെയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്താം. അങ്ങനെ ഉൾപ്പെടുത്തി കഴിയുമ്പോൾ ഇന്ത്യയുടെ ഹെൽത്ത് കെയർ സിസ്റ്റം കുറച്ചും കൂടി ഒന്ന് എക്സ്പാൻഡഡ് ആവും. അതിലൂടെ ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും എന്ത് ചെയ്യാം, ചികിത്സ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുമെന്ന് ഗവൺമെന്റ് ചിന്തിച്ചു തുടങ്ങിയത്. അങ്ങനെ ഈ ഹെൽത്ത് കെയർ സിസ്റ്റത്തില് താല്പര്യമുള്ള, അതായത് ഈ ഒരു ഹെൽത്ത് കെയർ കൊടുക്കാൻ, ഈ ഒരു മെഡിക്കൽ രംഗത്തേക്ക് പ്രവർത്തിക്കാനായിട്ട് താല്പര്യമുള്ള വ്യക്തികളെ എന്ത് ചെയ്തു, ഗവൺമെന്റ് ക്ഷണിക്കുകയുണ്ടായി. അങ്ങനെ ആളുകൾ ഇതിനകത്തോട്ട് വന്നു, ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ വന്നു. അതായത് ധാരാളം ഇപ്പോ മെഡിക്കൽ രംഗത്തൊക്കെ എന്താണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള, എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളൊക്കെ എന്താണ് ഇതിനകത്തോട്ട് വന്നു തുടങ്ങി. അവരെന്ത് ചെയ്തു, ഹെൽത്ത് കെയർ, ഇന്ത്യയുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, അപ്പൊ എന്താണ്, ചെറിയ ചെറിയ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ടാവാനായിട്ട് തുടങ്ങി. ഇന്ത്യയില് ചെറിയ ചെറിയ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ടാവാനായിട്ട് തുടങ്ങി. കൂടുതൽ ആളുകളിലേക്ക് ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് എന്താ പറയാ കൂടുതലായിട്ട് ഉണ്ടാവാനായിട്ട് തുടങ്ങി. അങ്ങനെ അപ്പൊ നമ്മളിപ്പോ ആദ്യത്തെ പറഞ്ഞ ഒരു ഹെൽത്ത് കെയർ പോളിസി നമുക്ക് വന്നത് ഈ ഒരു സ്റ്റേജിലാണ്, സെക്കൻഡ് ഫേസില്. പിന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ഇടപെടൽ, ഇന്റർഫിയറൻസ് വന്നതും ഈ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോ ഇതിനകത്ത് പറയുന്നുണ്ട്, പൊതുജനങ്ങളിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങി ചെല്ലുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിയത് അല്ലെ. ഗവൺമെന്റിന് എല്ലാ സ്ഥലത്തും എന്താണ് എത്തിപ്പെടാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഓക്കെ, എല്ലാ സ്ഥലത്തും എന്താണ് ഗവൺമെന്റിന് പറ്റി എത്തിച്ചെല്ലാനായിട്ട്, കാരണം വേറെ ചില ആളുകളെ കൂടി സഹകരണം കൊണ്ട് മാത്രമേ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അങ്ങനെ ഇന്ത്യ എന്ന് പറഞ്ഞാല് ധാരാളം എന്താ പറയാ റൂറൽ ഏരിയാസ്, മീൻസ് കുഗ്രാമങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് ഇന്ത്യയിൽ കൂടുതലുള്ളത്. ഓക്കെ, അർബൻ ഏരിയയിലാണ് കൂടുതലായിട്ടും ഹോസ്പിറ്റൽസും മറ്റുമൊക്കെ കാണുന്നത്. അപ്പൊ ഈ കുഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് ഇപ്പൊ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ട്രൈബൽ ഏരിയാസിലൊക്കെ എന്താണ് ആളുകൾ ഉണ്ടല്ലോ, അവർക്കൊക്കെ പെട്ടെന്ന് ഹോസ്പിറ്റലുകളിലേക്ക് എത്താനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട്, ട്രാൻസ്പോർട്ടേഷന്റെ കുറവ്. ഈ കുഗ്രാമങ്ങളൊക്കെ ആകുമ്പോൾ എന്താണ് അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഒന്നും തന്നെ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള
കുറവ് മൂലം എന്താണ് ആളുകള് ചികിത്സ എടുക്കാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, ചിലവര് ചികിത്സ കിട്ടാതെ മരിക്കും, ചിലവര് ചികിത്സ കിട്ടാതെ രോഗികളാകും. അങ്ങനെയൊക്കെയുള്ള ഒരു സ്റ്റേജിലാണ് എന്ത് വരുന്നത്, നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് NHPസിലൂടെ കുഗ്രാമങ്ങളിലേക്ക് ഹെൽത്ത് കെയർ സിസ്റ്റം കൊടുക്കാനായിട്ട് ഗവൺമെന്റ് തീരുമാനിക്കുന്നത്. അപ്പൊ ഈ പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരെ കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ നമുക്ക്, എല്ലാ മേഖലകളിലേക്കും ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലേക്കും എന്ത് ചെയ്യാൻ നമുക്ക് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് ധാരാളം കുഗ്രാമങ്ങളുള്ള ഏരിയയില് അവിടുത്തെ ജനങ്ങൾക്ക് സേവനം നൽകാനായിട്ട് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസിലൂടെ കൊടുക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. ഓക്കെ, അതായത് ഇപ്പൊ അങ്ങനെയുള്ള ഏരിയ, അതായത് ആരും അറിയപ്പെടാത്ത ഏരിയ ഒക്കെ ഉണ്ടാവുമല്ലോ, അവിടേക്ക് എന്ത് ചെയ്തു, ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് പറഞ്ഞു. ഓക്കെ, മെഡിക്കൽ ക്യാമ്പുകള് അറ്റൻഡ് ചെയ്യാൻ. അപ്പൊ എന്താണ്, അവിടുത്തെ ആളുകൾക്ക് നഗരപ്രദേശത്തിലോട്ട് വരേണ്ട ആവശ്യമില്ല അല്ലെ. അതായത് ഇവിടുത്തെ, അതായത് ഡോക്ടേഴ്സും നഴ്സുമാരും സ്റ്റാഫുകളൊക്കെ അടങ്ങുന്ന ഒരു സംഘം അവിടെ ചെന്ന് ക്യാമ്പ് ചെയ്യും. അവിടെ ആളുകള്, അതായത് ആ ഒരു ഏരിയയിലുള്ള ആളുകള് ഡോക്ടറെയും അവരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആ ക്യാമ്പിൽ വരും. അവരുടെ രോഗങ്ങൾ തിരിച്ചറിയും, ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കും. അങ്ങനെ എന്താണ്, അവരെ ഹെൽത്തി ആയിട്ട് നിർത്താനായിട്ട് സെക്കൻഡ് ഫേസില് ഗവൺമെന്റിന് സാധിച്ചു. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ് അല്ലേ? ഓക്കെ, അപ്പൊ അതാണ് സെക്കൻഡ് ഫേസ് കേട്ടോ. ഇനി തേർഡ് ഫേസ് ആരാന്ന് വായിക്കാം? ഒന്നുകൂടെ പറയണം മിസ്സേ. എന്താ കേട്ടില്ലേ? ഇടയ്ക്കിടയ്ക്ക് നെറ്റ് ഒരു പ്രോബ്ലം കാരണം വിട്ടു പോയി. പ്രധാനമായിട്ടും 2-3 പോയിന്റ്സ് ആണ്. ഒരു ഹെൽത്ത് പോളിസി പ്രൊക്ലെയിം ചെയ്തു 1983. രണ്ടാമത്തേത് പ്രൈവറ്റ്, അതായത് സ്വകാര്യ വ്യക്തികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു സെക്കൻഡ് ഫേസിൽ ഗവൺമെന്റ് എന്ത് ചെയ്തത്, പ്രവർത്തിച്ചത്. മൂന്നാമത്തേതെന്ന് പറയുമ്പോൾ റൂറൽ ഏരിയാസില് ആളുകൾക്ക് മെഡിക്കൽ കെയർ നൽകാനായിട്ട് ഗവൺമെന്റ് ശ്രമിച്ചു. അത് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് എന്ന് പറയുന്ന ആ ഒരു പദ്ധതിയിലൂടെയാണ്. ഓക്കെ, ആ 3 പോയിന്റ്സ് ആണ് കേട്ടോ പറഞ്ഞത്. നെക്സ്റ്റ് തേർഡ് ഫേസ് ആരാ വായിക്കാം? തേർഡ് ഫേസ് ഒരാൾ വായിച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഹൈന അൽത്താഫ് വായിക്കാം മോളെ. യെസ് മാം. Witnessing the further shift and widening of focus, the current phase address main issues such as public-private partnership, liberalization and insurance sector, and the government as a financier. Explain ചെയ്തോ. എന്താ മനസ്സിലായത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. The current phase of address main issue at private and public sector വന്നിരിക്കുന്നത് partnership and liberalization of insurance sector and government as a financier. ഈ മൂന്നെണ്ണാണ് വരുന്നത് അതില് ഇഷ്യൂസ് ആയിട്ട് വരുന്നത്. അത് മനസ്സിലായുള്ള വേറെ ആർക്കെങ്കിലും പറയാമോ? മനസ്സിലായ കാര്യങ്ങള്? ഈ 3 ഇഷ്യൂസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് തേർഡ് ഫേസ് വന്നത്. ഓക്കെ, ഇപ്പൊ ആരാ പറഞ്ഞത്? അഞ്ജനയാണോ? അതെ. ഞാൻ ഇതും കൂടി കഴിയുമ്പോ നമുക്ക് ചോദിക്കും കേട്ടോ. അപ്പൊ ഒന്ന് പറയണേ. ഓക്കെ ഓക്കെ. അപ്പൊ തേർഡ് ഫേസ് നോക്കാം. തേർഡ് ഫേസ് പോസ്റ്റ് 2000 ആണ്. Witnessing a further shift and widening of focus, the current phase addresses main issues such as public-private partnership, liberalization of insurance sector, and the government as a financier.
അതായത് ഈ തേർഡ് ഫേസ് എന്ന് പറയുന്നത് പോസ്റ്റ് 2000-ന് ശേഷമാണ്. അതായത് നമ്മൾ ഇപ്പൊ എത്തി നിൽക്കുന്ന ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറയുന്നത് ഏതാണ്? തേർഡ് ഫേസ് ആണ്. 2000-ന് ശേഷം ഇന്ന് വരെ പ്രസന്റ് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഹെൽത്ത് കെയർ സിസ്റ്റം ഈ ഒരു തേർഡ് ഫേസിലാണ് വരിക. ഓക്കെ, അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ആണ്. ഓക്കെ, അതായത് സ്വകാര്യ അതുപോലെ തന്നെ എന്താണ് അതായത് പബ്ലിക്, അതായത് സ്വകാര്യ വ്യക്തികളും ഗവൺമെന്റും കൂടി എന്താണ് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ്, പങ്കാളിത്ത വ്യവസ്ഥിതിയാണ് ഇപ്പൊ നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനുള്ളത്. നമുക്കറിയാം അല്ലെ? അതായത് ഗവൺമെന്റ് മാത്രമല്ല, സ്വകാര്യ വ്യക്തികളുടെയും കൂടി അവരുടെയും കൂടി ഓഹരികൾ ഷെയർ ഒക്കെ എടുത്തിട്ട് എന്താണ് രണ്ടുപേരും കൂടി എന്താണ് ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഹെൽത്ത് കെയർ സിസ്റ്റം ഇപ്പൊ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നീട് എന്ന് പറയുന്നത് ലിബറലൈസേഷൻ ഓഫ് ഇൻഷുറൻസ്. ഓക്കെ, അതായത് ഇൻഷുറൻസിന്റെ കടന്നുവരവ്, അതായത് ആളുകൾക്ക് ഹെൽത്ത് കെയർ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഹോസ്പിറ്റലുകളിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു? ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു സ്കീം ഗവൺമെന്റ് കൊണ്ടുവന്നു അല്ലെ? നമുക്കറിയാം RSBY പോലുള്ള ഇൻഷുറൻസ് പദ്ധതികള് ഗവൺമെന്റിന്റേതാണ് അല്ലെ? ഓക്കെ, നമ്മളിപ്പോ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ചികിത്സ നേടുന്നതെങ്കിൽ എന്താണ് ആ ഒരു ഹോസ്പിറ്റലും ഗവൺമെന്റ് കൂടി എന്ത് ചെയ്യുന്നുണ്ട്? കമ്പെയിൻ ചെയ്യുന്നുണ്ട് അല്ലെ? അങ്ങനെ കമ്പെയിൻ ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് നമ്മൾ ആ ഒരു കാർഡ് അവിടെ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ എല്ലാ ചികിത്സ ചെലവുകളും ആ ഹോസ്പിറ്റൽ ആ കാർഡിൽ നിന്ന് എടുക്കുന്നത്. ഇപ്പൊ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് ഫിനാൻഷ്യൽ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചികിത്സാ സംബന്ധമായിട്ടുള്ള എല്ലാ ചെലവുകളും വഹിക്കുന്നത് ആരാണ്? ഗവൺമെന്റ് ആണ്. അത് സ്വകാര്യ വ്യക്തി പ്രൈവറ്റ് ഹോസ്പിറ്റലും കൂടി സഹായത്തോടു കൂടിയാണ് നമ്മൾക്ക് ആ ഒരു സൗകര്യം എന്ത് ചെയ്തു തരുന്നത്? ഗവൺമെന്റ് ചെയ്തു തരുന്നത്. ഓക്കെ, അപ്പോ പ്രധാനമായിട്ടും 2 പോയിന്റ് ആണ്: പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ്, അതുപോലെ തന്നെ ലിബറലൈസേഷൻ ഓഫ് ഇൻഷുറൻസ്, ഗവൺമെന്റ് ആസ് എ ഫിനാൻഷ്യൽ. ഇതാണ് ഇതിൽ വരുന്നത് പോസ്റ്റ് 2000-ന് ശേഷം ഇവിടെ ഇന്ന് നമ്മൾ നിൽക്കുന്ന സ്റ്റേജ് വരെയുള്ള കാലഘട്ടത്തില് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ അല്ലേ? 3 സ്റ്റേജും ക്ലിയർ ആണ്? ഓക്കെ, അപ്പൊ ഒരാള് ഒന്ന് പറഞ്ഞു, ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലേ, അതിനകത്ത് മനസ്സിലായ കാര്യങ്ങൾ ഒന്ന് പറയാം കേട്ടോ. മാം സെക്കൻഡ് ഫേസ് ഞാൻ കുറച്ച് കേട്ടുള്ളൂ, അപ്പോഴത്തേക്ക് എന്റെ നെറ്റ് പോയി, ഞാൻ വീണ്ടും റീജോയിൻ ചെയ്തതാണ്. ആണല്ലേ? ഓക്കെ, എന്നാ വേറൊരാള് ആരാ പറയാ? നെറ്റും പോയി. സെക്കൻഡ് ഫേസ് മുതലാണോ പറയണ്ടേ? സെക്കൻഡ് ഫേസ് മുതലാണോ പറയണ്ടേ മാം? സെക്കൻഡ് ഫേസ് കഴിഞ്ഞ് തേർഡ് ഫേസ് ഞാൻ പറഞ്ഞു ഇപ്പൊ പറഞ്ഞു കേട്ടോ. ഓക്കെ, തേർഡ് ഫേസ് ആണോ പറയണ്ടേ? തേർഡ് ഫേസ് അല്ല, എല്ലാരും കൂടി ഒരുമിച്ച് പറയണമെങ്കിൽ പറയുമ്പോ കേട്ടാ. ആരാ ഒരാള് പറയാ? 5 മിനിറ്റിൽ പെട്ടെന്നൊന്ന് പറഞ്ഞേ. മാഡം സെക്കൻഡ് ഫേസ് ആണ് പറയേണ്ടത്. സെക്കൻഡ് ഫേസ് അല്ല, ഫസ്റ്റ് ഫേസ് തുടങ്ങി പറയണം. ഓക്കെ ഓക്കെ മാം താമസിച്ച ഞാൻ പറയാം മാം. ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ. ഫസ്റ്റ് ഫേസിൽ പറയണത് 2 പ്രിൻസിപ്പിൾ ആണ്. അതിൽ ഫസ്റ്റത്തത് പണമില്ല വിചാരിച്ച് ചികിത്സ നിഷേധിക്കാൻ പാടില്ല. പിന്നെ സ്റ്റേറ്റിന്റെ ഡ്യൂട്ടിയാണ് ജനങ്ങൾക്ക് ചികിത്സ കൊടുക്കേണ്ടത്. ഈ കാലഘട്ടത്തിലാണ് പുതിയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവന്നത്. ഹെൽത്ത് കെയർ സിസ്റ്റം ഡെവലപ്മെന്റ് ആയതും ഈ കാലഘട്ടത്തിലാണ്. ഇനി സെക്കൻഡ് ഫേസ് മാം. 1983 ഇന്ത്യൻ ഒരു നാഷണൽ ഹെൽത്ത് പോളിസി ഈ കാലഘട്ടത്തിലാണ് കൊണ്ടുവന്നത്. ഹെൽത്ത് കെയറിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ഒരു പോളിസി കൊണ്ടുവന്നത്, അതായത് നാഷണൽ ഹെൽത്ത് പോളിസി. ഗവൺമെന്റ് മാത്രം ഈ പോളിസിയിൽ പങ്കെടുത്താൽ പോരാ, പ്രൈവറ്റ് സെക്ടറിനെയും ഉൾപ്പെടുത്തിയാലാണ് ഗവൺമെന്റ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതിലൂടെ എല്ലാവർക്കും ചികിത്സ ലഭിക്കും. ചെറിയ ചെറിയ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെല്ലാം രൂപപ്പെട്ടത് ഈ കാലഘട്ടത്തിലാണ്. റൂറൽ ഏരിയാസ്, അതേ ചെറിയ ഗ്രാമത്തിലുള്ളവർക്ക് ഹോസ്പിറ്റൽ അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒന്നും കിട്ടാതെ വരുന്നുണ്ട്. അത്
അപ്പോൾ അവർക്ക് നാഷണൽ ഹെൽത്ത് ഫെസിലിറ്റീസ് കൊടുക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. ഈ അവിടെ ഇങ്ങനെ മെഡിക്കൽ ക്യാമ്പ് അങ്ങനത്തെ ഒക്കെ കൊടുത്തിട്ട്. മൂന്നാമത്തെ ഫേസിൽ പറയുന്നത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ആണ്. അതായത് ഗവൺമെന്റും സ്വകാര്യ വ്യക്തികളും തമ്മിലുള്ള പാർട്ണർഷിപ്പ്. ഈ കാലഘട്ടത്തിലാണ് നമുക്ക് ഇൻഷുറൻസ് പദ്ധതികളെല്ലാം കൊണ്ടുവന്നത്. ഗവൺമെന്റ് ആണ് ഈ കാലഘട്ടത്തിൽ ഫിനാൻഷ്യൽ എടുക്കുന്നത്. മ്യൂട്ട് ചെയ്യേട്ടാ, മ്യൂട്ട് ചെയ്യൂ. ഓക്കെ. അപ്പോ ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നതിന് രണ്ട് ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്ന് എനിക്ക് മനസ്സിലാവാൻ. രണ്ടാമത്തത്, ആരെങ്കിലും ലേറ്റ് ആയിട്ടാണ് കയറുമല്ലോ, അപ്പൊ അവർക്ക് ഒന്നുകൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത് കേട്ടോ. ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ പറയുന്നതിന്? നോ മാം. ബുദ്ധിമുട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, ഞാൻ പറയിപ്പിക്കാറുണ്ട് ക്ലാസ്സിൽ കേട്ടോ. ഓക്കെ. നെക്സ്റ്റ്, അടുത്തത് ഒരാള് വായിക്കണം കേട്ടോ. സബ് സെന്റർ മാത്രം ഒരാള് വായിക്കുക, എന്നിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. ആരാ വായിക്കാം? ഞാൻ വായിക്കാം. ഓക്കെ. In rural areas, health sub-centers make up the institutional basis of primary care. It typically performs basic medical services. Immunizations and referral sub-centers are usually temporary structures employing one to two care workers in most locations. Each sub-center is supposed to provide independently for up to 5,000 individuals. The sub-centers are complemented by community health workers under supervision of the sub-center. റൂറൽ ഏരിയാസിൽ മെയിനായിട്ട് വരുന്നത് പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് ആണ് വരുന്നത്. അതിൽ മെയിനായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ മെഡിക്കൽ സർവീസസ് ലൈക്ക് ഇമ്മ്യൂണൈസേഷൻ, വാക്സിനേഷൻ, പിന്നെ നമുക്ക് കൂടുതൽ ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ റെഫർ ചെയ്യുക, അങ്ങനെയുള്ളതൊക്കെയാണ് അതിൽ വരുന്നത്. യൂഷ്വലി ടെമ്പററി സ്ട്രക്ചേഴ്സ് എംപ്ലോയിങ് 1 to 10. അതിൽ 1-2 എംപ്ലോയീസ് ഉണ്ടായിരിക്കും. മോസ്റ്റ് ലൊക്കേഷൻസ് ഓരോ ലൊക്കേഷനിലും 1-2 വർക്കേഴ്സ് ഉണ്ടായിരിക്കും. ഈ സബ് സെന്റേഴ്സ് അത് എനിക്ക് മനസ്സിലായില്ല മാം. മനസ്സിലായ വേറെ ആരെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ വായിച്ചിട്ട്? ആരാ എക്സ്പ്ലെയിൻ ചെയ്യാം? 175 പേരോട്ട് ഉണ്ട്. അതിനകത്ത് ആരും ഇല്ലേ പറയാനായിട്ട്? ഞാൻ പറയാം. ഓക്കെ. Sub-centers in rural areas, health sub-centers make up the institution basis of primary care. അതായത് ഒരു പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സബ്-സെന്റേഴ്സ് ഉള്ളത്. It typically performs basic medical service, immunization and referral sub-centers are usually temporary structures. അതായത് ഇവിടെ പ്രധാനമായി വരുന്നത് മെഡിക്കൽ സർവീസ് ഉണ്ടാവും, അതായത് പെട്ടെന്ന് ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എമർജൻസി മെഡിക്കൽ സർവീസ് ഉണ്ടാവും, ഇമ്മ്യൂണൈസേഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ മറ്റ് സബ് സെന്ററിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്യും. അവിടെ 1-2 കെയർ വർക്കേഴ്സ് ആയിരിക്കും കാണപ്പെടുന്നത്. അതുപോലെ 5000 പേർക്ക് ഒരു സബ് സെന്റർ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ സബ് സെന്റേഴ്സിൽ ഉള്ളത് ഹെൽത്ത് വർക്കേഴ്സ് ഉണ്ടാവും. അത് ഈ സബ് സെന്ററിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഹെൽത്ത് വർക്കേഴ്സ് ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്, ആ കമ്മ്യൂണിറ്റിയിലുള്ളവർ. നന്നായിട്ട് പറഞ്ഞു കേട്ടോ. ഓക്കെ. അപ്പോ നമ്മുടെ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ റൂറൽ ഏരിയാസിൽ 3 ടയർ സിസ്റ്റം ആയിട്ടാണ് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മുടെ ഹെൽത്ത് കെയറിന്റെ ഒരു രൂപരേഖയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഹെൽത്ത് കെയറിനെ 3 തിരിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്. അതിനകത്ത് ഒന്നാണ് സബ് സെന്റർ, ഇപ്പോൾ പറഞ്ഞ സബ് സെന്റർ. രണ്ടാമത്തത് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ആണ്. മൂന്നാമത്തത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ആണ്. ഇതാണ് 3 ടയർ സിസ്റ്റം എന്ന് പറയുന്നത്. നോട്ട് ചെയ്യാൻ തരാം കേട്ടോ, ഇതിന്റെ തന്നെ ഷോട്ട് തരും. ആദ്യം ഞാൻ പറയുന്നത് കേൾക്കുക. അപ്പോ 3 ടയർ സിസ്റ്റത്തിൽ 3 വരുന്നത് ഫസ്റ്റത്തേതാണ് സബ് സെന്റർ. സബ് സെന്റർ നിങ്ങൾ കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും? സബ് സെന്റർ
എന്താ സബ് സെന്റർ? പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. ആ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ് സബ് സെന്റർ ആണോ? അല്ലല്ല. അതായത് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ കാട്ടി ചെറിയൊരു സെന്റർ, അതായത് ഇമ്മ്യൂണൈസേഷനും അംഗനവാടിയല്ല. ഷിജു കമന്റ് ചെയ്തിട്ടുണ്ട് ഹെൽത്ത് സെന്റർ എന്ന് കേട്ടിട്ടില്ലേ നിങ്ങള്? നിങ്ങളുടെ വീടിന്റെ അടുത്ത് ഹെൽത്ത് ഉണ്ടാവും അല്ലെ? അതിനെയാണ് എന്ത് പറയുന്നേ? സബ് സെന്റർ എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. ഹെൽത്ത് സെന്ററിനെയാണ് നമ്മള് സബ് സെന്റർ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇപ്പോ കുഞ്ഞു ജനിച്ചു കഴിഞ്ഞ് കുഞ്ഞിന്റെ ഇമ്മ്യൂണൈസേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ടൊക്കെ വിളിച്ചറിയിക്കും അല്ലെ? ഹെൽത്തിൽ നിന്നല്ലേ നമ്മളെ വിളിക്കാം ഇല്ലേ? ഓർമ്മയില്ലേ നിങ്ങൾക്ക്? കേട്ടിട്ടില്ലേ നിങ്ങൾ ഇതുവരെ? അതുപോലെ തന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് ഒക്കെ ആണെങ്കിൽ അവരുടെ കുത്തിവയ്പ്പും കാര്യങ്ങളൊക്കെ എന്താണ് അവർക്ക് ഉണ്ടാവുമല്ലോ. ഇന്ന മാസത്തില് ഇന്ന കുത്തിവയ്പ്പൊക്കെ ഉണ്ടാവുമല്ലോ, ഇഞ്ചക്ഷൻ ഒക്കെ കൊടുക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ നമ്മളെ അറിയിക്കുന്നത് ആരാണ്? ഹെൽത്ത് സെന്ററിൽ നിന്നുള്ള സ്റ്റാഫുകളാണ് അല്ലെ? അതായത് ഇതിനെയാണ് ഹെൽത്ത് സെന്ററെയാണ് നമ്മൾ എന്ത് പറയാ? സബ് സെന്റർ പറയാ. ഓക്കെ, അപ്പൊ റൂറൽ ഏരിയാസിലാണ് പ്രധാനമായിട്ടും എന്ത് കാണപ്പെടുന്നത്? സബ് സെന്റർ കാണപ്പെടുന്നത്. ഓക്കെ, ഇനി എന്താണ് ഇതിന്റെ ഡ്യൂട്ടി എന്ന് നമുക്ക് നോക്കാം. ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ബേസിക് ആയിട്ട് പ്രൈമറി കെയർ ആണ്. ഓക്കെ, പ്രൈമറി കെയർ ആണ് നമുക്ക് സബ് സെന്റർ തരുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാലോ, ഇപ്പൊ എന്താ പറയാ, ഭയങ്കരമായിട്ടുള്ള ചികിത്സാ രീതി അങ്ങനെ ഇതൊന്നും അല്ല. ബേസിക് ആയിട്ട് നമുക്ക് എന്താണ് കിട്ടുന്നത്? അതായത് ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഇമ്മ്യൂണൈസേഷൻ, കുത്തിവയ്പ്പുകൾ നമുക്ക് തരും അല്ലെ? അതാരാ തരുന്നേ? സബ് സെന്ററുകൾ നമുക്ക് തരും. അപ്പൊ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കെയറുകളാണ് നമുക്ക് സബ് സെന്ററിൽ നിന്ന് കിട്ടുക. അതുപോലെ തന്നെ ടെമ്പററി സ്ട്രക്ചർ ആണ്. ഓക്കെ, നമുക്കറിയാം ഈ സബ് സെന്റർ എന്ന് പറയുന്നത് ഡെയിലി പ്രവർത്തിക്കുന്ന ഒന്നല്ല. നമ്മുടെ ഹോസ്പിറ്റലുകളെ പോലെ ഡെയിലി പ്രവർത്തിക്കുന്ന ഒന്നല്ല. ആഴ്ചയില് 1-2 ദിവസമായിരിക്കും എന്ത് പ്രവർത്തിക്കുക? സബ് സെന്റർ പ്രവർത്തിക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിന്റെ അത്ര എന്തില്ല, കുറെ ആളുകളൊന്നും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. 1-2 ആളുകളാണ് ഇവിടെ വർക്ക് ചെയ്യുക. ഓക്കെ, 1-2 കെയർ വർക്കേഴ്സ്. ചിലപ്പോ ഡോക്ടർ ഉണ്ടാകും, അല്ലെങ്കിൽ നഴ്സ് സിസ്റ്റർമാരുണ്ടാകും. അങ്ങനെ അവിടെ വർക്ക് ചെയ്യുന്ന 1-2 പേര് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഒരു സബ് സെന്റർ ട്രീറ്റ് ചെയ്യുന്നത്, അവിടെ അവരെ സെർവ് ചെയ്യുന്നത് 5000 ആളുകളെയാണ്. 5000 ഇൻഡിവിജ്വൽസിനെ സബ് സെന്റർ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ തരാനൊക്കെ ഹെൽത്തിൽ നിന്ന് ആളുകളൊക്കെ വരുമല്ലോ. അവരൊക്കെ ആരുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്? ഹെൽത്ത് സെന്റർ അഥവാ സബ് സെന്ററിലെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, അംഗൻവാടികളിൽ നിന്നൊക്കെ ആൾ വരും. അതുകൂടാതെ ഹെൽത്തിൽ നിന്ന് ആളുകൾ വരാറുണ്ട്. എന്നിട്ട് അവർ ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും. ചിലപ്പോ ഇപ്പൊ മഴക്കാലമൊക്കെ ആവുമ്പോ എന്താണ്, ബ്ലീച്ചിങ് പൗഡർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ വരുന്നത് ഈ സബ് സെന്ററിന്റെ അണ്ടറിലാണ്. ക്ലിയർ ആണോ? യെസ് മിസ്. മിസ് ആശാ വർക്കേഴ്സ് അങ്ങനെയുള്ള ആശാ വർക്കേഴ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതെങ്ങനെ നമുക്ക് നോട്ട് എഴുതാൻ പറ്റും? നിങ്ങൾ തന്നെ പറഞ്ഞു ഓരോരോ പോയിന്റ് ആയിട്ട്. ആരാ പറയാ? ആരാ പറയാ? ആദ്യത്തെ പോയിന്റ് എന്താ വരിക? To provide primary care. നിങ്ങള് സബ് സെന്റർ എന്ന് എഴുതാം കേട്ടോ. സബ് സെന്ററിന് ഹെഡിങ് കൊടുക്കുക. മുബാറക് MK പറഞ്ഞാ മതി. പോയിന്റ് ആയിട്ട് പറയാൻ പറ്റുമോ? പോയിന്റ് ആയിട്ട് ആദ്യത്തെ പോയിന്റ് എന്താ വരിക? റൂറൽ ഏരിയയിലാണ് പ്രൈമറി കെയർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് പ്രൊവൈഡ് ബേസിക് പ്രൈമറി കെയർ. ഓക്കെ, ഞാനത് കമന്റ് ചെയ്യാം കേട്ടോ. ക്ലിയർ ആവാത്തവർ എന്ത് ചെയ്യാം? ഒന്ന് കമന്റിൽ നോക്കാം.
It provide basic primary care. ഫസ്റ്റ് പോയിന്റ് ഞാൻ കമന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ മാം അപ്പൊ ഇതിന്റെ മുന്നത്തെ വേണ്ടേ? ഏതാ? ഫേസ് അത് റൂറൽ ഏരിയാസ്. അത് വേണ്ട. വേണ്ടേ? ഓക്കെ. രണ്ടാമത്തത് എന്താ വരിക? രണ്ടാമത്തെ പോയിന്റില് രണ്ടാമത്തെ എന്താ വരിക? ഇല്ല. ബേസിക് ആയിട്ട് ഇമ്മ്യൂണൈസേഷൻ ആണ് റെഫർ ചെയ്യുന്നത് സബ് സെന്ററിന്. It provides basic medical service. Basic medical service like immunization. Okay. It provides basic medical service like immunization. മാം ഒന്നുകൂടെ പറയുമോ? മെഡിക്കൽ സർവീസ്. കമന്റിൽ ഇട്ടിട്ടുണ്ട്. കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി തേർഡ് പോയിന്റ് എന്താ വരിക? ടെമ്പററി സ്ട്രക്ചർ, ഡെയിലി പ്രവർത്തിക്കുന്നതല്ല. It is a temporary structure. Temporary structure. ഇനി അടുത്തത് ഒന്നോ രണ്ടോ വർക്കേഴ്സ് ഉണ്ടാവുള്ളൂ. Employing 1-2 care providers. Employing 1-2 care providers. Okay. ഇനി നെക്സ്റ്റ് അടുത്ത പോയിന്റ് എന്താ? ഒരു സബ്സെന്റ്. It is server. Server means സേവിക്കുക. Server 5,000 people. Okay. ഓക്കെ. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, സബ് സെന്റർ. ഇനി അടുത്തത് എന്താ? നെക്സ്റ്റ് വൺ പ്രൈമറി ഹെൽത്ത് സെന്റർ. പ്രൈമറി ഹെൽത്ത് സെന്റർ ആരാ വായിച്ചൊന്ന് പറയാം? ആരാ പറയാ? പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ആർ യൂഷ്വലി സ്മോൾ. അതായത് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് എന്ന് പറയുന്നത് ചെറുതായിരിക്കും. അതായത് 5 ബെഡ്, അതായത് 5 പേരെ കിടത്തി ചികിത്സിക്കാനുള്ളതായിരിക്കും ഉണ്ടാവുന്നത്. അവിടെ 1-2 ക്വാളിഫൈഡ് ഡോക്ടേഴ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ 14 പാരാമെഡിക്സ് ആൻഡ് സപ്പോർട്ടിംഗ് സ്റ്റാഫ്സും അവിടെ ഉണ്ടായിരിക്കും. അതായത് 6 സബ് സെന്റേഴ്സിന്റെ കീഴിൽ വരുന്ന പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ കീഴിൽ 6 സബ് സെന്റേഴ്സ് ഉണ്ടാവും.
അതുപോലെ തന്നെ ഔട്ട് പേഷ്യൻസിനെ കൂടാതെ ഇൻപേഷ്യൻ ട്രീറ്റ്മെന്റിന് ഇൻപേഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ട്രീറ്റ്മെന്റും അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ 30,000 പേർക്കായിരിക്കും ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിലെ സർവീസ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി വേറൊരാളെ കൂടി ഒന്ന് പറഞ്ഞേ, ഒരാളെ പറഞ്ഞേ. മുമ്പോട്ട് വരിക കേട്ടോ, ഞാനപ്പോ പേര് വിളിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾ തന്നെ പറയാം. PHC are usually small 1-2 qualified doctors. അതായത് PHC എന്നത് ഒരു സ്മോൾ ആയിട്ടുള്ള ഹോസ്പിറ്റലാണ്. അവിടെ 1-2 ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. ആൻഡ് 14 പാരാമെഡിക്കൽ സ്റ്റാഫ് ഈ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട് ഡോക്ടേഴ്സിനെ, പേഷ്യന്റിനെ. പറഞ്ഞോളൂ, കുഴപ്പമില്ല. The primary health center are in charge of 6 sub-center each. അതായത് ഈ പ്രൈമറി ഹെൽത്ത് സെന്ററിന് 6 സെന്റർ സബ് സെന്ററിലെ എനിക്ക് അറിയത്തില്ല. ഓക്കെ, സാരില്ല. ഓക്കെ, ഞാൻ പറയാം കേട്ടോ, മ്യൂട്ട് ചെയ്ത് വെക്കോ. ഫേസ് നോട്ട് വേണ്ട കേട്ടോ, ഫേസിന്റെ നോട്ട് വേണ്ട, നിങ്ങൾ അതിനകത്ത് തന്നെ വായിച്ചു പോയാൽ മതി. ഓക്കെ, അപ്പോ പ്രൈമറി ഹെൽത്ത് സെന്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും PHC എന്ന് പറയും കേട്ടോ. അതായത് നിങ്ങളുടെയൊക്കെ അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനാണ് എന്ത് പറയാ, PHC എന്ന് പറയാ കേട്ടോ. മീൻസ് പ്രൈമറി ഹെൽത്ത് സെന്റർ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ തൊട്ടടുത്തുള്ള പ്രാഥമിക ആരോഗ്യത്തിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നുണ്ട് PHCs are usually small, about 5 beds. അതായത് 5 കിടക്കകള് ഉള്ള ഹോസ്പിറ്റലുകള്, അതായത് പരമാവധി 5 കിടക്കകൾ വരെയുള്ള ഹോസ്പിറ്റലുകളെയാണ് നമ്മള് PHC എന്ന് വിളിക്കുക. ഓക്കെ, നിങ്ങളിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വരെയെന്ന് വിചാരിക്കുക, നിങ്ങൾ പെട്ടെന്ന് ചെല്ലുന്നത് എവിടെയാണ്? പ്രൈമറി ഹെൽത്ത് സെന്ററിലായിരിക്കും ചെല്ലുക. അതായത് നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലായിരിക്കും നിങ്ങൾ ചെല്ലുക. ഓക്കെ, അവിടെ നമുക്ക് 5 കിടക്കകളാണ് കാണാൻ സാധിക്കുക. ഓക്കെ, 5 കിടക്കകൾ വരെയുള്ള ആശുപത്രികളെയാണ് നമ്മള് പ്രൈമറി ഹെൽത്ത് സെന്റർ എന്ന് വിളിക്കുക. ഇനി 1-2 ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 1-2 ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർമാരുണ്ടാകുന്നുണ്ട്. ഓക്കെ, 1-2 ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടാകും. അതുപോലെ തന്നെ 14 പാരാമെഡിക്സ് ആൻഡ് സപ്പോർട്ട് സ്റ്റാഫ്. ഓക്കെ, 14 പാരാമെഡിക്സ് സ്റ്റാഫ് ഉണ്ടാവും. അതുകൂടാതെ അവരെ സഹായിക്കാനായിട്ട് സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾ വേറെയും ഉണ്ടാവും. ഓക്കെ, പിന്നെ ഇവിടെ പറയുന്നുണ്ട് PHC, അതായത് ഈ ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ എന്ന് പറയുന്നത് സബ് സെന്റർ, അതായത് 6 സബ് സെന്ററുകൾ കൂടി ഒരു സെന്റർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഒരു PHCയുടെ അണ്ടറില് 6 സബ് സെന്ററുകളാണ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഹെൽത്തിനെ കുറിച്ചിട്ട്. അപ്പോ 6 ഹെൽത്ത് സെന്ററിന് കൂടി ഒരു PHC ആണ് ഉണ്ടാവുക. അവിടെ നിന്നായിരിക്കും നിർദ്ദേശങ്ങളൊക്കെ പോവുക. അപ്പൊ ഹെൽത്തിലുള്ള സിസ്റ്റർമാർക്കൊക്കെ നിർദ്ദേശങ്ങൾ കിട്ടുന്നത് ഈ ഒരു PHCയിൽ നിന്നാണ് കേട്ടോ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവരാണ് സൂപ്പർവിഷൻ കൊടുക്കുക. ഇനി അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഔട്ട് പേഷ്യന്റ് സർവീസ് കിട്ടും. നേരത്തെ നമ്മൾ സബ് സെന്ററിൽ കണ്ടില്ല അല്ലെ? അവിടെ എന്താണ് ഇമ്മ്യൂണൈസേഷൻ പോലുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. എന്നാല് ഇവിടെയാണ്, അതായത് PHCയിലാണ് നമുക്ക് ഔട്ട് പേഷ്യന്റ് സർവീസ് കിട്ടുന്നത്. ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറഞ്ഞാൽ എന്താ ഔട്ട് പേഷ്യന്റ് സർവീസ്? ഒരു ഡോക്ടറെ കാണാൻ വരുന്നത്. ഡോക്ടറെ കാണാൻ വരും. എന്നിട്ട് എന്താ ചെയ്യാം? ബെഡ് അഡ്മിറ്റ് ഉണ്ടാവും. അഡ്മിറ്റ് ഇല്ല കേട്ടോ, അതാണ് ഞാൻ ചോദിച്ചത് എന്താണ് ഔട്ട് പേഷ്യന്റ് സർവീസ്. ഒരു ദിവസത്തെ കൺസൾട്ടേഷൻ. ഹോസ്പിറ്റലില് ചെലവഴിക്കാം. അതായത് പുറത്തു നിന്നുള്ള രോഗികൾ വരുന്നു,
രോഗി ഹോസ്പിറ്റലിൽ വരുന്നു, ഒപ്പിച്ചിട്ടെടുക്കുന്നു, ഡോക്ടറെ കാണുന്നു, മരുന്ന് മേടിക്കുന്നു, തിരിച്ചു പോകുന്നു. ഇതാണ് 5 ബെഡ്സ് പറയുന്നതാ? എന്താ 5 ബെഡ്സ് പറയുന്നുണ്ടല്ലോ, 5 ബെഡ് പറയുന്നുണ്ടല്ലോ. അത് ഞാൻ പറയാം. അതായത് ഇവര് കൊടുക്കുന്ന ഒരു കെയർ ആണ്, ഇതൊരു സർവീസ് ആണ്, ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ രോഗം വന്നു കഴിഞ്ഞാല് നമ്മൾ ആശുപത്രിയിൽ പോവും, ഡോക്ടറെ കാണും, മരുന്ന് മേടിക്കും, തിരിച്ചു വരും. നമ്മൾ ആരാപ്പോ ഔട്ട് പേഷ്യന്റ് ആണ് അല്ലെ? അപ്പൊ ഔട്ട് പേഷ്യന്റ് സർവീസ് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ മോസ്റ്റ് ഓഫ് ദ PHCയും ഇൻ പേഷ്യന്റ് സർവീസ് കൊടുക്കുന്നുണ്ട്. ഇൻപേഷ്യന്റ് ആണ് കിടത്തി ചികിത്സയിലുള്ള പേഷ്യന്റ്, കേട്ടോ? ഓക്കെ, നമ്മള് സാധാരണ ഒരു ഔട്ട് പേഷ്യന്റ് ആയിട്ടാണ് പോകുന്നത്. പക്ഷെ ഡോക്ടർ പറയാണ് നമ്മളെ 5 ദിവസം അവിടെ കിടത്തേണ്ട ആവശ്യമുണ്ട്, ആന്റിബയോട്ടിക്സ് കൊടുക്കണം, അവിടെ ഇഞ്ചക്ഷൻ ആയിട്ട് തരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിടക്കണ്ടേ? അപ്പൊ നമ്മൾ എന്തായി? ഇൻപേഷ്യന്റ്. നമ്മളവിടെ കിടന്ന് ചികിത്സ ആരംഭിക്കുകയാണ് ചെയ്യുക. അപ്പോ 2 തരത്തിലുള്ള സർവീസും കൊടുക്കുന്നുണ്ട്. ഔട്ട് പേഷ്യന്റ് കൊടുക്കുന്നുണ്ട്, അതുകൂടാതെ കുറെ പേരൊന്നും അഡ്മിറ്റ് ചെയ്യട്ടോ. കാരണം എന്താ? 5 ബെഡ്സ് അവിടെ ഉള്ളൂ അല്ലെ? അപ്പൊ അവിടെയുള്ള ബെഡ്സിന് ആനുപാതികമായിട്ടാണ് അവിടെ അഡ്മിറ്റ് ചെയ്യുക. അപ്പൊ അഡ്മിറ്റ് ചെയ്യുന്ന രോഗികളെ വിളിക്കുന്നതാണ് എന്ത്? ഇൻപേഷ്യന്റ്. ഓക്കെ. അപ്പൊ ഇവിടെ ചില സ്ഥലത്ത് 4 to 6 ബെഡ്സ് വരെ കാണാറുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഒരു PHC സർവ് ചെയ്യുന്നത് 13,000 പീപ്പിളിനെയാണ്. 30,000 ആളുകൾക്ക് പ്രൈമറി ഹെൽത്ത് സെന്റർ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സബ് സെന്ററിൽ എത്രയാ കണ്ടിരുന്നേ? 5,000. PHC എപ്പോഴും 30,000 അല്ലേ? 30,000. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് പ്രൈമറി ഹെൽത്ത് സെന്ററിലുള്ളത്. അപ്പൊ ആദ്യത്തെ പോയിന്റ് എന്താ ഇതിനകത്ത് വരിക? ഒരു സ്മോൾ ആയിട്ടുള്ള ഹോസ്പിറ്റലാണ് PHC. പിന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള 1-2 ഡോക്ടേഴ്സ് ഉണ്ടാവും. പിന്നെ 14 പാരാമെഡിക്കൽ സ്റ്റാഫിന് സപ്പോർട്ടായിട്ട് വേറെ സ്റ്റാഫന്മാരുണ്ടാവും. പിന്നെ 6 ഹെൽത്ത് സെന്റർ ആണ് ഒരു PHC. ഇത് ഒരു പിന്നെ ഔട്ട് പേഷ്യന്റ് ട്രീറ്റ്മെന്റ് ഉണ്ടാവും. പിന്നെ അത്യാവശ്യമാണെങ്കിൽ ഇൻപേഷ്യന്റ് ഏകദേശം 3-4. പിന്നെ 30,000 ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് എഴുതാം അല്ലെ? PHC ഹെഡിങ് കൊടുക്കുക കേട്ടോ, പ്രൈമറി ഹെൽത്ത് സെന്റർ. ഓക്കെ, ആദ്യത്തെ പോയിന്റ് ആദ്യത്തെ ലൈനില് കാണുന്നത് പോലെ തന്നെ എഴുതുക. PHCs are usually small, about 5 beds. ഞാനിവിടെ ടൈപ്പ് ചെയ്തിടാം കേട്ടോ, കിട്ടാത്തവരത് നോക്കിയാൽ മതി. എഴുതിയോ? കേട്ടോ, ആദ്യത്തെ പോയിന്റ് അതിനകത്ത് കാണുന്ന പോലെ തന്നെ എഴുതാം. ഓക്കെ, ഞാൻ കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് എന്താ? 1-2 ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്. 1-2 qualified doctors. Okay. ഇനി അടുത്തത് providers 14 paramedical staff.
14 paramedics and supporting staff. Okay. അടുത്തത് PHC are in charge of 6 sub-center. PHC are in charge of 6 sub-center. Okay. It provide, അടുത്ത പോയിന്റ് ആണ് കേട്ടോ. It provide outpatient and inpatient service. Okay, it provides outpatient and inpatient service. It is server. It is server at the point. It is server 13,000 people. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പറഞ്ഞിട്ട് ഒന്ന് കമന്റ് നോക്കിയാൽ മതി. എല്ലാ പോയിന്റും ഞാൻ കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കഴിഞ്ഞല്ലേ? ഓക്കെ, അപ്പൊ നമ്മളിപ്പോ സബ് സെന്ററിന്റെ കാര്യം പറഞ്ഞു, പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ കാര്യം പറഞ്ഞു. സബ് സെന്റർ ഞാൻ പറയുന്ന ആള് പറയോ? രൂപാസനിലെ ഒന്ന് പറഞ്ഞേ സബ് സെന്ററിനെ കുറിച്ച് പോയിന്റ് മാത്രം. Subcenter. It provide basic primary care. It provide basic medical service like immunization. It is a temporary structure, employing 1 or 2 care providers. It serves 5,000 people. Next, എന്താ പറയാ? Nia and Mary. ഒന്ന് പ്രൈമറി ഹെൽത്ത് സെന്റർ പറഞ്ഞോളെ. Primary health care. PHC are usually small, about 5 beds. 1 or 2 qualified doctors are there in 14 paramedics and support staffs. PHC are in charge of 6 sub-centers. It provide outpatient and inpatient service. It serve 30,000 people. Okay. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. അപ്പൊ നമ്മൾ ഫേസ് തുടങ്ങി ഇവിടം വരെയാണ് എടുത്തത്. എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടോ ഇതിനകത്ത്? ടെമ്പററി സ്ട്രക്ചർ അത് എന്തുകൊണ്ടാ അങ്ങനെ? പറഞ്ഞാലേ സബ് സെന്റർ പ്രവർത്തിക്കാൻ ആഴ്ചയിൽ 1-2 ദിവസമായിരിക്കും. അത് ഓപ്പൺ ചെയ്ത് പ്രവർത്തിക്കുക. അതായത് ഇന്ന ദിവസങ്ങളിലാണ് അവിടെ എന്തുണ്ടായിരിക്കുക, ഇമ്മ്യൂണൈസേഷന്റെ പ്രോസസ് ഒക്കെ ഉണ്ടായിരിക്കുക. അപ്പോ അവര് പറയുന്ന സമയത്ത് നമ്മൾ ചിലപ്പോ കുട്ടീനെ കൊണ്ടൊക്കെ ചെല്ലേണ്ട വരും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. അതായത് ഹോസ്പിറ്റല് പോലെ ഡെയിലി പ്രവർത്തിക്കുന്ന ഒന്നല്ല ഹെൽത്ത് സെന്റർ. അതുകൊണ്ട് എന്താ അവർക്ക് ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. എന്താ
അവർക്ക് ബിൽഡിംഗ് ഉണ്ടോ ഇപ്പൊ ക്ലിയർ ആവുന്നില്ല കേട്ടാ. ഒന്ന് കമന്റ് ചെയ്തിട്ടെ എന്താണെന്ന്. സബ് സെന്റർ എന്ന് പറയുമ്പോൾ താൽക്കാലികമായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ്. ആഴ്ചയിൽ ചിലപ്പോൾ ബുധനാഴ്ചയോ വെള്ളിയാഴ്ചയോ ആയിരിക്കും അത് തുറന്ന് പ്രവർത്തിക്കുക, അല്ലാത്ത ദിവസം അത് ക്ലോസ് ആയി കിടക്കും. ഈ സബ് സെന്റർ എന്ന് പറയുന്നത് PHCയിൽ നിന്ന് വരുന്ന നഴ്സുമാരൊക്കെയാണ് ഹെൽത്ത് സെന്ററിൽ പ്രവർത്തിക്കുക. അവര് അവർക്ക് എല്ലാ ചോദിക്കുന്നത് ദിവസവും അതിന് ബിൽഡിംഗ് ഉണ്ടോ? ബിൽഡിംഗ് ഒന്നുമില്ലല്ലോ. അംഗനവാടികളില് അങ്ങനെ നമുക്ക് അടുത്തുള്ള ഹോസ്പിറ്റലിന്റെ എന്തെങ്കിലും ഇതിൽ വന്നിട്ടല്ലേ അവര് വർക്ക് ചെയ്യാ? ബിൽഡിംഗ് ഉണ്ടാവുമല്ലോ. അല്ല, ബിൽഡിംഗ് ഉണ്ട് നമ്മുടെ ഇവിടെ ഉണ്ട്. ബിൽഡിംഗ് ഏതെങ്കിലും ഒരു ഗ്രാമപ്രദേശത്ത് ഒരു ബിൽഡിംഗ് ഉണ്ടാവും. മിസ്, ആ സബ് സെന്ററിന്റെ 2 പോയിന്റ് ആദ്യം മിസ് പറഞ്ഞു ഒന്ന് പറയൂ. ഇടയ്ക്ക് വെച്ച് എന്റെ നെറ്റ് ഇതായിരുന്നു, ഒന്ന് പറയുവോ മിസ്സേ? സബ് സെന്റർ എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഡെയിലി ഹോസ്പിറ്റൽ പോലെ പ്രവർത്തിക്കില്ല. ആഴ്ചയിൽ 1-2 ദിവസമായിരിക്കും സബ് സെന്റർ പ്രവർത്തിക്കുക. അതല്ലേ? ഓക്കെ. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ബിൽഡിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ, എല്ലാത്തിനും ബിൽഡിംഗ് ഉണ്ട്. ഇല്ല മിസ്, ഡൗട്ട് ഇല്ല മിസ്. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? നമുക്ക് ഇന്നലെ ഒരു ചെറിയൊരു ഡിക്റ്റേഷൻ പോലെ ഇട്ടായിരുന്നല്ലോ, ഒരു ചെറിയൊരു എക്സാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ നോട്ട്സ് ബുക്കിൽ എഴുതിക്കുന്ന സബ് സെന്ററിൽ എഴുതിച്ചോളൂ. അതെ അതെ അതെ. അല്ല, മറ്റേ ഇത് ഫേസിന്റെ വേണ്ട. ഓക്കെ. അപ്പൊ നമുക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ നാളെ എടുക്കാം കേട്ടോ. സമയം ഉണ്ടാവില്ല എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പൊ എന്ത് ചെയ്യാം, എല്ലാവരും ഇന്നെടുത്ത ക്ലാസ് എന്ത് ചെയ്യാം, ഒന്നുകൂടി ഒന്ന് വായിച്ചൊക്കെ നോക്കുക. വായിച്ചു നോക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് നോട്ട് വായിച്ചാലും മതി കേട്ടോ. ഓക്കെ. ഓക്കെ മാം, താങ്ക് യു. അപ്പൊ താങ്ക് യു മാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. ആരെങ്കിലും ആ സബ് സെന്ററിന്റെ നോട്ട് ഒന്ന് പറയോ? ഇറ്റ് പ്രൊവൈഡഡ് ബേസിക് പ്രൈമറി കെയർ. പിന്നെ രണ്ടാമത്തെ, ഇറ്റ് പ്രൊവൈഡ്സ് ബേസിക് മെഡിക്കൽ സർവീസ് ലൈക്ക് ഇമ്മ്യൂണൈസേഷൻ. മൂന്നാമത്തെ, ഇറ്റ് ഈസ് എ ടെമ്പററി സ്ട്രക്ചർ. 4, ഇറ്റ് പ്രൊവൈഡ്സ് ബേസിക് മെഡിക്കൽ സർവീസസ് ലൈക്ക് ഇമ്മ്യൂണൈസേഷൻ. കിട്ടിയോ? ഒന്നുകൂടെ പറയുവോ? ഇറ്റ് പ്രൊവൈഡഡ്, സബ് സെന്റർ അല്ലേ, ഇറ്റ് പ്രൊവൈഡഡ് ബേസിക് പ്രൈമറി കെയർ ഫസ്റ്റ്. സെക്കൻഡ്, ഇറ്റ് പ്രൊവൈഡ്സ് ബേസിക് മെഡിക്കൽ സർവീസ്